كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുള്ളതും നാവിൻ്റെ കാര്യത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ വാക്ക് പറയുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ നാവ് കൊണ്ടുണ്ടാകുന്ന പരദൂഷണം, ഏഷണി, കളവ്, പരിഹാസം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ അതിൻ്റെ താക്കീതുകൾ ഇസ്ലാം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാവ് കൊണ്ടുണ്ടാകുന്ന വലിയൊരു വിപത്താണ് പല ആളുകളും ശാപവാക്കുകൾ പ്രയോഗിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ ശാപവാക്കുകൾ നമ്മൾ പറയാറുള്ളത് നമുക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ അറിയാതെ മനുഷ്യനിൽ നിന്ന് വന്നു പോകുന്നതാണ് ഇത്തരം പദപ്രയോഗങ്ങൾ. ചില സമയത്ത് ചില ആളുകളെ നോക്കിക്കൊണ്ട് നമ്മൾ പറയും, ഇജ്ജ് നശിക്കട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ നീ തുലയട്ടെ എന്ന് പറയും. ഇത്തരം ശാപവാക്കുകൾ പലപ്പോഴും കൂടുതൽ നമ്മൾ കാണാറുള്ളത് സ്ത്രീകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, യാ മഅശറൻ നിസാ, സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കെന്താണ്? തസദ്ദഖുന്ന, നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പ്രത്യേകമായി കൊണ്ട് അവരോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ സ്വഹാബ വനിതകൾ ചോദിച്ചു, റസൂലേ, അത് എന്തുകൊണ്ടാണ് കാരണം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുത്തരം കൊടുത്തിട്ടുള്ളത് തുക്സിർനൽ ലഅന, നിങ്ങൾ ശാപങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് വതക്ഫുർനൽ അശീറ, ഭർത്താവിനോട് നന്ദി കേടുകൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ നരകത്തിലേക്ക് വരെ എത്താൻ കാരണമാകുന്ന നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മളെത്ര ഗൗരവത്തിൽ കാണണമെന്നുള്ളതാണ് പ്രവാചകന്റെ ഈ വചനങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ ഗൗരവപ്പെട്ട ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ലാ യംബഇ ലിസിദ്ദീഖിൻ അൻ യകൂന ലഅനൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ ഒരിക്കലും തന്നെ ശാപവാക്കുകൾ പറയുന്നവനല്ല, അതവന് ഭൂഷണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് ഇത്തരം ശാപവാക്കുകൾ. അതൊരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ളതാണ് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ചില ആളുകൾ പറയുന്ന വാക്കെന്താണ്, നീ ശപിക്കട്ടെ എന്ന് ചിലപ്പോൾ പറയും, നിനക്ക് കോപമുണ്ടാകട്ടെ എന്ന് ചിലപ്പോൾ പറയും. എത്ര കാലമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എനക്കെന്താ ഒന്നും നന്നാകാൻ കഴിയാത്തത്, ഈ ഒന്നും നന്നാവൂലടാ. ഇത്തരം ചില പദപ്രയോഗം നടത്താറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, നീ നരകത്തിൽ പോയി വരട്ടെ. ഇങ്ങനത്തെ ഗൗരവപ്പെട്ട ചില വാക്കുകൾ, ഇങ്ങനെ ശപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ വിശ്വാസികളും വിശ്വാസിനികളും ഏറെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ സ്വഭാവമെന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രയോഗം എന്താണ്? ലൈസൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവനത് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവന്റെ ജീവിതത്തിൽ ഇല്ലാത്തത്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തആനി, അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന സംസാരങ്ങൾ അവനിൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞത് വലല്ലആനി, ശപിച്ചുകൊണ്ട് പറയുന്നതും അവനിൽ ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് വൽ ഫവാഹിഷ്, അസഭ്യങ്ങൾ അവനിൽ ഉണ്ടാവുകയില്ല. വലാ ബദീ, അശ്ലീലങ്ങൾ പുലമ്പുന്നതും, ഇത്തരം സ്വഭാവങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പലരുമായി കൊണ്ട് ഇടപഴകുമ്പോൾ, അറിയാതെ നമ്മുടെ നാവുകളിൽ നിന്ന് ഇത്തരം പദപ്രയോഗങ്ങൾ വരാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ആരെങ്കിലും ഒരു വിശ്വാസിയെ ഇത്തരം ശാപവാക്കുകൾ നടത്തുകയാണ് എങ്കിൽ അവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചിട്ടുള്ളത് കൊലപാതകത്തോടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കൊല്ലുന്നതിന് തുല്യമായി കൊണ്ടാണ് പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് ഗൗരവത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, വമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി, ഒരു മുഅ്മിനായിട്ടുള്ള ഒരു മനുഷ്യനെ ആരെങ്കിലും ശാപവാക്കുകൾ കൊണ്ട് പറയുകയാണ് എങ്കിൽ അവനെ പ്രവാചകൻ ഉപമിച്ചത് കൊലപാതകത്തോടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അള്ളാഹു തന്ന ആ അനുഗ്രഹത്തെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ആ നാവ് കൊണ്ട് നമ്മൾ നടത്തുന്ന പാതകങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് മാത്രമല്ല, പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ ലആനീന, തീർച്ചയായും ശപിക്കുന്നവർ, ലാ യകൂനു ശുഹദാ വലാ ശുഫആ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ ശുപാർശക്കോ സാക്ഷികൾക്കോ പറ്റുകയില്ല. നാളെ പരലോകത്ത് സാക്ഷി നിൽക്കാനോ ശുപാർശ പറയാനോ അത്തരം ആളുകൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഈ ഹദീസുകളൊക്കെ അല്ലേ, ആ ഗൗരവമാണ് പലപ്പോഴും നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പറയാനൊക്കെ നമുക്ക് നല്ല രസമാണ്. ദേഷ്യപ്പെടുമ്പോൾ ഒരു വാക്കുകൊണ്ട് അയാളെ അധിക്ഷേപിക്കാനൊക്കെ നല്ല സുഖമാണ്. കാരണം എങ്ങനെയും വളഞ്ഞ് തിരിച്ച് ഏത് രൂപത്തിലും നമുക്ക് പറയാൻ തക്ക വിധത്തിലാണ് അള്ളാഹു നാവിനെ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇത്തരം ശാപവാക്കുകൾ അവനില്ല എങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു ബോധം, അതിശക്തമായിട്ടുള്ള താക്കീത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പഠിപ്പിച്ചെന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅ, തീർച്ചയായും ഒരു ദാസൻ എന്തെങ്കിലും ശപിച്ചാൽ, ആരെങ്കിലും ഒരാളെ നമ്മൾ ശാപവാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ, ആ ശാപവാക്ക് ആകാശലോകത്തിലേക്ക് കയറിപ്പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അപ്പോൾ ആകാശത്തിന്റെ വാതിലുകളതാ അത് സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ ശാപവാക്കുകൾ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭൂമിയുടെ കവാടങ്ങളും എന്താക്കും? കൊട്ടിയടക്കപ്പെടും. ഈ ശാപവാക്ക് വഴി കാണാതെ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ കറങ്ങി തിരിച്ചുകൊണ്ട് കളിക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരിലേക്കാണോ ആ ശാപവാക്കുകൾ നിങ്ങൾ മടക്കിയത്, അത് അവനിലുള്ളതാണ് എങ്കിൽ അത് അവനിലേക്ക് തന്നെ മടങ്ങും. ഇനി അത് ഇല്ലാത്തതാണെങ്കിൽ റജഅത് ഇലാ കായിലിഹ, ആരാണോ ആ ശാപവാക്കുകൾ പറഞ്ഞിട്ടുള്ളത് അത് അവനിലേക്ക് തന്നെ തിരിച്ചു മടക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ സ്വന്തത്തെ തന്നെ ശപിക്കുന്ന ആളുകളായിക്കൊണ്ട് മാറേണ്ടതുണ്ടോ? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല സുഖമാണ് മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കി, മറ്റുള്ളവരെ നോക്കി പലതും ഇത്തരം വാക്കുകൾ പറയാൻ നല്ല രസമാണ്, സുഖമാണ്. ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു ചിരിക്കാൻ നമുക്കൊക്കെ രസമാണ്. പക്ഷെ അതവനിലേക്ക് ഇല്ലെങ്കിലോ തിരിച്ച് നമ്മളിലേക്ക് തന്നെ മടക്കപ്പെടുന്ന ഒരവസ്ഥകൾ ഇല്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ഗൗരവം ഉണർത്തുന്ന ഒരു സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻസാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് പോകുന്നത് പ്രവാചകന് കാണുകയാണ്. ഒട്ടകപ്പുറത്ത് പോണത് കാണാണ് അൻസാരിയായിട്ടുള്ളൊരു സ്ത്രീ. ആ സ്ത്രീ എന്താണ്, ഒട്ടകത്തിന്റെ അലസത കണ്ടപ്പോൾ, അത് പോകേണ്ട രൂപത്തിൽ പോകുന്നില്ല, അതിന് അലസത കണ്ടപ്പോൾ ആ സ്ത്രീ ആ ഒട്ടകത്തെ എന്താക്കി? ശപിച്ചു എന്നാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ
ആ അൻസാരി സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദൂ മാ അലൈഹ, നീ ആ ഒട്ടകത്തെ വിട്ടേക്കുക, അതിൻ്റെ മുകളിലുള്ള നിന്റെ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ എടുത്തുകൊണ്ട് അതിനെ നീ എന്താക്കണം, ഉപേക്ഷിച്ചു കൊള്ളുക. ഫഇന്നഹാ മൽഊനത്തുൻ, ആ ഒട്ടകത്തിൽ നിന്റെ ശാപം ഏറ്റിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ജനങ്ങൾക്കിടയിൽ അലഞ്ഞു നടക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നു. ആളുകൾ ആ ഒട്ടകത്തെ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല എന്നാണ്. ആ ശാപം ഏറ്റുകൊണ്ട് ആ ഒട്ടകം എന്താണ്, അലഞ്ഞു തിരിഞ്ഞ് അലസമായി കൊണ്ട് നടക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നു എന്നാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, ഓരോ പദങ്ങളും നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില മാതാപിതാക്കൾ സ്വന്തം മക്കളെ വരെ എന്താക്കും, ഇത്തരം വാക്കുകൾ പറയും. അല്ലേ, ഇജ് നശിക്കട്ടെ, ഇജൊന്നും നന്നാവൂല. കുറേ കുരുത്തക്കേട് കാണുമ്പോൾ, നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്ന വാക്കാണ്. അല്ലേ, എടാ വൃത്തികെട്ടവനെ, പലപ്പോഴും പല ആളുകൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. നോക്കൂ നിങ്ങൾ, കുരുത്തം കെട്ടവനെ, നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ പല വാക്കുകളുമാണ് ഉണ്ടാകുന്നത്. ചില ആളുകൾ പറയുന്നത്, എൻ്റെ ഒരു കുരുത്തും പൊരുത്തും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. ആരോടാ പറയുന്നത്? സ്വന്തം മക്കളോട്, സ്വന്തം അനിയനോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോട്. നോക്കൂ നിങ്ങൾ, ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ ഇത്തരം ശാപവാക്കുകൾ കൊണ്ട് കളിക്കുന്നത് വലിയ മുന്നറിയിപ്പാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പൊ നമ്മൾ കേട്ട ഈ ഹദീസുകളൊക്കെ നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ് അതൊക്കെ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് മനുഷ്യരുമായി കൊണ്ട് മാത്രമല്ല, പ്രകൃതിപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പലപ്പോഴും മനുഷ്യർ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ കാറ്റ്, മഴ, അല്ലേ, ഇടിനാദങ്ങൾ, ഇതിനെയൊക്കെ പല ആളുകളും എന്താക്കാറുണ്ട്, ശപിച്ചുകൊണ്ട് പറയാറുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിച്ചപ്പോൾ ഒരാളുടെ തട്ടം പറന്നുപോയി. അപ്പോ ആ കാറ്റിനെ ആ സ്ത്രീ എന്തായി, ആ മനുഷ്യൻ എന്താക്കി, ശപിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കെന്താണ്? ലാ തഅ്ലനുഹാ ഫഇന്നഹാ മഅ്മൂറത്തുൻ, നീ കാറ്റിനെ ഒരിക്കലും ശപിച്ചുകൊണ്ട് പറയരുത്. എന്നിട്ട് പ്രവാചകന്റെ പ്രയോഗം എന്താണ്? തീർച്ചയായും അത് കൽപ്പിക്കട്ട പ്രകാരം അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബ് കൽപ്പിച്ചതാണ്. ആ കൽപ്പിച്ചത് പ്രകാരം അതെന്താണ്, ആ കാറ്റുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ശാപവാക്കുകൾ എവിടേക്ക് എത്തുന്നു? അത് റബ്ബിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅന ശൈഅൻ, ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞാൽ, ലൈസ ലഹു ബിഅഗ്ലിഹി റജഅത്തിൽ ലഅനത് അലൈഹി, അത് അവനിലില്ലാത്ത കാര്യമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്നുള്ളതാണ്. അപ്പൊ കാറ്റിനെ നമ്മൾ ശപിക്കുമ്പോൾ, മഴയെ നമ്മൾ ശപിക്കുമ്പോൾ, അതിലില്ലാത്ത കാര്യങ്ങൾ അല്ലേ, അത് റബ്ബ് നിയന്ത്രിക്കുന്ന, റബ്ബ് നൽകുന്ന കാര്യങ്ങളാണ്. അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥകൾ എത്തുമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ചില ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ വാപ്പയെയും ഉമ്മയെയും വിളിക്കുന്ന ചില ആളുകളുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ അത്തരം വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, അക്ബറുൽ കബായിർ അൻ ലഅന റജുലു വാലിദി,
മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വഹാബത്ത് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, മാതാപിതാക്കളെ ശപിക്കേ, അങ്ങനെ ആരാ ചെയ്യുക റസൂലേ, മാതാപിതാക്കളെ ശപിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, യുസബ്ബുർ റജുലു അബാ റജുൽ. ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ എന്ത് വിളിക്കുക? അല്ലേ, എൻ്റെ ആപ്പട, അല്ലേ, ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുക. അത് അയാൾ വിളിച്ചത് മറ്റേ ആളുടെ വാപ്പക്ക വിളിച്ചത്. യഥാർത്ഥത്തിൽ ആ വിളി എവിടേക്കാണ് തിരിയുന്നത്? സ്വന്തം വാപ്പയിലേക്കാണ് തിരിയുന്നത്. ചിലപ്പോൾ ഉമ്മയെ വിളിക്കുക. അതിൻ്റെ പല പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മിമ്പറിൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങളാണ് വിളിക്കുന്നത്. ഇതൊക്കെ പലപ്പോഴും തിരിയുന്നത് എവിടേക്കാണ്? സ്വന്തം ഉമ്മയെയും സ്വന്തം വാപ്പയെയുമാണ് അവർ അധിക്ഷേപിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയോടുകൂടി, അല്ലേ, നമ്മുടെ വാക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഫഖൂലു ഖൗലൻ സദീദ, ശരിയായ വാക്കുകൾ, ശരിയായ വാക്കുകളായിരിക്കണം നമ്മൾ ഉപയോഗിച്ചത്. നശിച്ച കാറ്റെന്ന് പറയരുത്, നശിച്ച മഴയെന്ന് പറയരുത്, നശിച്ച കാലമെന്ന് പറയരുത്. ഇതൊക്കെ ശാപവാക്കുകളാണ്. പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും യാത്രക്ക് പോകുന്ന സമയത്ത് വണ്ടി കേട് വന്നാൽ നമ്മൾ ആ വണ്ടിയെ ശപിക്കും ചില ആൾക്കാർ. അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആരെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്താക്കും? നേരം വൈകി നമ്മൾ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുമ്പോൾ, നേരത്തെ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഭാര്യയെ ശപിച്ചുകൊണ്ടിറങ്ങും. ഇവിടെയൊക്കെ നമ്മൾ അത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ, അല്ലേ, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചത്. അതുണ്ടാകാൻ പാടില്ല, അതൊരു നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് നാവിനെ നല്ലതിലേക്ക് ഉപയോഗിച്ച് സ്വർഗം വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാന് നമ്മളിലേക്ക് സമാഗതമാകാൻ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മൾ പ്രവേശിക്കുന്ന 2 മാസങ്ങളിലെ ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. റജബ് മാസത്തിൽ ധാരാളം ബിദ്അത്തുകൾ നമ്മുടെ നാടുകളിൽ കാണുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅത്തു ഹുറും, യുദ്ധം വിലക്കപ്പെട്ട പവിത്രമായിട്ടുള്ള മാസമായി കൊണ്ടാണ് റജബിനെ എണ്ണിയിട്ടുള്ളത്. ഈ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ റജബിനുള്ളൂ. മറ്റ് സവിശേഷതകളായിക്കൊണ്ട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് റജബ് മാസത്തിനുള്ളതായി കാണാൻ സാധ്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 4 മാസത്തെക്കുറിച്ച്, പവിത്രമായ 4 മാസത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, അഥവാ സൂറത്തു തൗബയിലെ വചനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻആ അർബഅത്തു ഹുറും എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, എല്ലാ മാസവും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കൽ അത് നിഷിദ്ധമാണ്, ഒരിക്കലും പറ്റൂല. പ്രത്യേകിച്ച് പവിത്രമായ 4 മാസങ്ങളിലെ റജബ് മാസത്തിൽ നമ്മൾ സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്ന് പറയുന്നത് അത് അതിനേക്കാൾ വലിയ പാതകമാണ്. എല്ലാ മാസത്തിലും നന്മ ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ പവിത്രമായ മാസമായിട്ടുള്ള ഈ റജബ് മാസത്തിൽ
നന്മകൾ ചെയ്യൽ എന്തുണ്ട്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ ഒരു സവിശേഷത, പ്രത്യേകതകളാണ് നമുക്കിതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നമ റജബു ശഹ്റൻ കാന യുഅ്ലമു അഹ്ലിൽ ജാഹിലിയ്യ ഫലമ്മാ ജാഅൽ ഇസ്ലാമു തുരിക. റജബ് മാസത്തിൽ ആളുകൾ മഹത്വവൽക്കരിച്ച മാസമായിരുന്നു, വലിയ പുണ്യമുണ്ട് എന്ന് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്താക്കുന്നു, റജബ് മാസത്തിന് നൽകിയിരുന്നു. എന്നാൽ ഫലമ്മാ ജാഅൽ ഇസ്ലാമു തുരിക, ഇസ്ലാം വന്നതോടുകൂടി അതിനുശേഷം അത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കള്ള ഹദീസുകൾ, പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത ഹദീസുകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യമായി റജബ് അറിയിക്കുന്നവർക്ക് നരകം നിഷിദ്ധമാണ് എന്ന് വ്യാപകമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ലഈഫായിട്ട് പോലും എന്താക്കിയിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. കള്ള ഹദീസുകൾ, കെട്ടിച്ചമച്ച ഹദീസുകളാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധാരാളം അനാചാരങ്ങൾ, ബിദ്അത്തുകൾ അതിലുണ്ടായിട്ടുണ്ട്. അതിലൊരു ബിദ്അത്ത് എന്താ, റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചതെന്നും അതിൻ്റെ 27-ാം രാവിലെ എന്തുണ്ടാക്കുക, അന്ന് പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ നോട്ടിക്കുക. ഇസ്രാ മിഅ്റാജ് നോമ്പ് എന്ന് അതിന് പേര് തന്നെ. അതേത് മാസത്തിലാണ്? റജബ് മാസത്തിൽ ആദരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാമുമാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞിട്ടുള്ളത്, അത്തരത്തിലുള്ള ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു നോമ്പിന്റെ പേരിലുള്ള ഒരു ഹദീസ് പോലും എന്താക്കിയിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ, ബൽ മൗളൂഉൻ, അത് ദുർബലമായ മൗളൂആയിട്ടുള്ള കെട്ടിച്ചമക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നെന്താ വെച്ചാൽ, റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള ഉംറകൾ നിർവഹിക്കുക. ആളുകൾ ഉംറകൾ എന്താക്കുക, നിർവഹിക്കുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല മാസങ്ങൾ ഉംറ ചെയ്തിട്ടുണ്ട്. പക്ഷെ റജബ് മാസത്തിൽ പ്രവാചകൻ ഉംറ ചെയ്തതായി ഹദീസിൽ നമുക്ക് കാണാൻ തന്നെ പറ്റൂല. എന്നാൽ റജബ് മാസത്തിൽ ഉംറ ചെയ്യാൻ പറ്റൂലേ? ഉംറ ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകമായിട്ടുള്ള പുണ്യമുണ്ട് വിചാരിച്ച് ഉംറ ചെയ്താലോ അത് ബിദ്അത്തായിക്കൊണ്ട് മാറും. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ചോദിച്ചാൽ, സ്വലാത്തു റആഇബ്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിക്കൊണ്ട് നമസ്കാരങ്ങൾ നിർവഹിക്കുക. അതെന്നാ നിർവഹിക്കുക? റജബ് മാസത്തിലെ ആദ്യ ജുമുഅ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ 12 റക്അത്ത് നിർവഹിക്കുക. എന്തിന്? ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ബിദ്അത്തുൻ, അല്ലേ, അത് ബിദ്അത്തായിട്ടുള്ള ആചാരമാണ് എന്നാണ് പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ എന്താക്കണം, തീർച്ചയായിട്ടും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ട് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാനൻ വബല്ലഅനാ റമളാൻ എന്നുള്ള പ്രാർത്ഥന. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി റിപ്പോർട്ടിൽ വന്നിട്ടില്ല. എന്നാൽ ഒരാൾക്ക് വാചികമായിക്കൊണ്ട് പടച്ചോൻ എന്നെ അതിലേക്ക് എത്തിച്ചു തരണേ എന്ന് പറയുന്നത് കൊണ്ട് എന്തില്ല, തെറ്റുകളൊന്നുമില്ല. ഇത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അത് ബിദ്അത്താവുകയും പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതിൻ്റെ സനദ് സ്വീകാര്യയോഗ്യമായിട്ടുള്ള സനദല്ല, അതുകൊണ്ട് ഇത് ദുർബലമായിട്ടുള്ള ഹദീസാണ് എന്നാണ്, പ്രാർത്ഥനയാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എന്താണോ
ഓരോ മാസത്തിനും ഇസ്ലാം നൽകിയ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പുണ്യം, അതിൽ നിന്നുകൊണ്ട് മുന്നേറാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തിരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നാവുകളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സ്വർഗം വാങ്ങുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുടെ വേദനകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله. اللهم صل على محمد.